Hi friends, welcome to my channel Mallu Cooks. നമ്മൾ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് കപ്പ ഊറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് കപ്പയുടെ തൊലിയൊക്കെ ചെത്തിക്കളയാം. ചീനി ഒരു പ്രത്യേക ഷേപ്പിലായിരുന്നു. പെട്ടെന്ന് വേവും. ഉപ്പായിങ്ങനെ ഇതിലെല്ലാം വെട്ടിയിറങ്ങിയിട്ട് ഞാൻ നല്ല അരിയുന്ന വല്യമാരരിയുന്നതാണ്. പണ്ടൊക്കെ എന്ത് ഒരുപാട് ചീനിയും എരിയുന്നു അരിഞ്ഞിട്ടേക്കുന്നതാണല്ലോ രസം. എല്ലാം ഒരു ഷേപ്പിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കപ്പയെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. കപ്പയുടെ കട്ട് കളയാൻ വേണ്ടി 2-3 വെള്ളം കഴുകി എടുക്കണം. ഇതിൻ്റെ വെള്ളം പോകുന്ന സമയം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വാട്ടിയിട്ട ചീനി ഊറ്റിയിട്ട് തിന്നുന്നത് എങ്ങനെ നോക്കാൻ പോവുകയാണ്. ഇത് കണ്ടുപിടുത്തൊന്നുമല്ല, അറിയാവുന്നതാണ്. ചുവന്നുള്ളി വേണം, വെളുത്തുള്ളി വേണം, ഒരു ഉണ്ടമുളക് വേണം, ശരി ഉപ്പിട്ട് നമുക്ക് അത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി തേങ്ങയും കൂടി ഇടാം. ഇനി എന്തോ അമ്മ ചെയ്യുന്നത്? നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളിയും മുളകും വെളുത്തുള്ളിയും തേങ്ങയും എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കും. അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് അവസാനം നമ്മളൊരു സാധനം ഒഴിക്കും, വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കഴിക്കുമ്പോൾ നല്ല രസമാണ്. കൂടെ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ച് പറയുമ്പോഴേ വായിനുള്ള പറ്റും. ഇത് നമ്മൾ യൂട്യൂബിലൊന്നും ഇതുവരെ കണ്ടില്ല. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും, ആരും യൂട്യൂബിലിട്ടൊന്നും കണ്ടില്ല. പഴയ ആൾക്കാരുള്ളവരുടെ വീട്ടിലൊക്കെ ഇത് സ്ഥിരം ആഹാരമാണ്. പുതിയ ആൾക്കാർക്ക് അറിയാവുമെന്നറിയില്ല. എരി ആവശ്യമുള്ളവർക്ക് കുറച്ച് മുളക് കൂടൊക്കെ ഇടാം. നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ ഒഴിക്കുകയാണ് പച്ച വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ മുകൾത്തൂടി ഇങ്ങനെ ഒഴിച്ചതിൻ്റെ മണം അങ്ങോട്ട് വരും. എന്തോ ചെയ്യുന്നേ? ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്യണം. ആ സമയം കൊണ്ട് അമ്മച്ചി ഉണക്കമീൻ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉണക്കമീൻ എടുത്ത് ഒരു പിടി അങ്ങ് പിടിക്കാം. നമ്മുടെ മീൻ അങ്ങോട്ട് എത്ത്. നിങ്ങൾ എപ്പോഴും തിന്നാൻ ആഗ്രഹിക്കും. സൂപ്പറാണ്. എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.